ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഈച്ചശല്യമാണ്. ഈച്ചേനെ തുരത്താനായിട്ട് മാർക്കറ്റിൽ പല മാർഗ്ഗങ്ങളും ഉണ്ട്. ഈച്ചയുടെ പൊടി, സ്പ്രേ, അങ്ങനെയൊക്കെ. അതൊക്കെ എനിക്ക് അലർജിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും സിമ്പിളും ഹാംലെസ്സും ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടിയത്. അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഫ്ലൈ ഗ്ലൂ ബോർഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പുറകിൽ ഹാംലെസ് ടു മാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നേരം നമുക്ക് ഹാംലെസ് അല്ലെന്നാണ് ഇതിൻ്റെ ഹാംലെസ് അല്ല. ഇതൊരു സ്റ്റിക്കർ പോലെയാണ്. ഇത് നമ്മൾ തുറക്കുമ്പോൾ സൂക്ഷിക്കണം. അതിൻ്റെ നന്നായിട്ട് പശയുണ്ട്, നമ്മുടെ കയ്യിൽ ഒട്ടാതെ സൂക്ഷിക്കണം. പിന്നെ ഇത് നനഞ്ഞു പോകാതെ സൂക്ഷിക്കണം. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൽ നിറച്ച് ഈച്ചയുടെ പടമൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് ഈച്ച ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. നമുക്കിവിടെ മുറിക്കകത്ത് അധികം ഈച്ചയില്ല. പുറത്ത് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ല, അവിടെ ചക്കയൊക്കെ വെട്ടുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈച്ച. നമുക്കത് അവിടെ കൊണ്ടുപോയി വെക്കാം. ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിറച്ചും തന്നെ ഈച്ച കയറിയിട്ടുണ്ട്. ഒത്തിരി നമ്മുടെ ഇവിടുത്തെ തന്നെയല്ല, അടുത്ത പറമ്പിലേക്ക് വന്ന് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിനെ കൊണ്ടൊക്കെ പൊറുതിപ്പെട്ടിപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയി, ഈച്ചയുടെ കൊതുകിൻ്റെയൊക്കെ നിയോഗം എന്താണെന്ന്. എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ്, ഈച്ചയാണെങ്കിലും കൊതുകാണെങ്കിലും എത്ര ചെറിയ ജീവിയാണെങ്കിലും അതിനൊക്കെ ഒരു ജന്മനിയോഗം ഉണ്ടെന്ന്. അതിൻ്റെയൊക്കെ ജന്മനിയോഗം എന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം നമുക്കൊക്കെ അസുഖം വരുത്തി മനുഷ്യരുടെയൊക്കെ എണ്ണം കുറയ്ക്കുകയായിരിക്കും അതിൻ്റെ നിയോഗം. അതെന്തെങ്കിലും ആകട്ടെ. പക്ഷേ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ച് ഈ നിമിഷം വരെ സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു നിയോഗമുണ്ട്. ആ നിയോഗം അവരവരുടെ ജന്മനിയോഗം കണ്ടെത്തുക, അതിനുവേണ്ടി അത് ഫുൾഫിൽ ചെയ്യാൻ നോക്കുക. ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കുക. ജീവിതം സന്തോഷിക്കാനുള്ളതാണ്, ആഘോഷിക്കാനുള്ളതാണ്. അത് തിരിച്ചറിയുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.